ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ നാളായല്ലേ ഒരു ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഇട്ടിട്ടൊക്കെ ഒരുപാട് നാളായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലോങ് വീഡിയോ എന്താ പറയുക, ഒരുപാട് നാളായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ നാൾ തൊട്ടേ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് പോയതിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടുമല്ല, ഗോവയിലോട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈം മുതൽ പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഒരു ഗോവൻ ട്രിപ്പ്. പിന്നീട് മോളായപ്പോൾ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ കരുതി അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ 3 പേരുമായിട്ട്. പക്ഷേ എന്താ പറയുക, അതും സാധിച്ചില്ല. നമ്മൾ ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും സാധിക്കില്ല എന്ന് പറയില്ലേ, അത് സത്യമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഇപ്പോൾ എന്തായാലും പോകാം, മോളുടെ ബർത്ത്ഡേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത് ആദ്യം. അപ്പോൾ അതുവരെ ചിലപ്പോൾ അന്ന് ആ സമയത്ത് പറ്റാതായാലോ എന്ന് കരുതി ഞങ്ങൾ എന്താ പറയുക, ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് സത്യം പറഞ്ഞാൽ അത്രയേ ഉള്ളുമായിരുന്നു. അത്രയും ഇല്ലയെന്ന് തോന്നുന്നു. അതിനിടയ്ക്കാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതും എന്താ പറയുക, നമ്മുടെ ബാക്കി ഡ്രസ്സ് എടുത്തതായാലും എല്ലാ ബാക്ക് പാക്കിങ് എല്ലാ സകല പ്ലാനിങ്ങും ഒരു 5 ദിവസം കൊണ്ട് തീർത്തതാണ്. സത്യം പറഞ്ഞാൽ അധികം പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് പോകാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ അത് അങ്ങനെയാണല്ലേ, നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ ഡ്രസ്സ് വരെ എടുത്തതാണ് സത്യം പറഞ്ഞാൽ. എന്നിട്ടാണ് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഇത്തവണ എന്തായാലും പോയിട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര പെർഫെക്ഷനിലായിരിക്കത്തില്ല. കാരണം എന്താ പറയുക, അവിടെ നമ്മൾ എൻജോയ് ചെയ്യാനല്ലേ കൂടുതൽ നോക്കുക. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ കുറേ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരുന്നത്. പിന്നെ ഇതെന്തായാലും ഗോവൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഇതിൻ്റെ പാർട്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഇടുന്നത്. നമ്മളപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങളെന്തായാലും ഞങ്ങൾക്ക് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നാണ് എന്താ പറയുക ട്രെയിനുള്ളത്. മഡ്ഗോവൻ വരേക്കുമായിരുന്നു ഞങ്ങളെടുത്ത ട്രെയിന്. 2 ടയർ AC ആണ്. അപ്പോൾ രാജധാനി എക്സ്പ്രസ്സാണ് ഞങ്ങൾ അങ്ങോട്ട് എടുത്തത്. അതുകൊണ്ട് അതിൽ ഫുഡും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി എത്ര എമൗണ്ട് ആയെന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അവസാനത്തെ വീഡിയോയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം കൂടെ വരുന്നത്. എന്തായാലും ഞങ്ങൾ എന്താ പറയുക, ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നായതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറോ ബൈക്കോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ കരുതിയത് എന്താ പറയുക, അങ്ങോട്ട് പോയി ഇവിടെ നിന്ന് നമ്മൾ ഓട്ടോയിൽ പോയിട്ട് പിന്നെ ബസ്സിലാണ് കേട്ടോ പോയത്. അപ്പോൾ നേരത്തെ എത്തുമെന്ന് ഞങ്ങൾ എന്താ പറയുക, ഇത്രയും നേരത്തെ ആവും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഞങ്ങൾ 2:30-ക്കായിരുന്നു ട്രെയിന്. ഞങ്ങളൊരു 11:30-12 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം അങ്ങ് എത്തിയായിരുന്നു. 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ എത്തിയായിരുന്നു. ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എത്തി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു സദ്യ പോലത്തെ ഒരു സദ്യയല്ല, നല്ലൊരു ഊണായിട്ട് കഴിച്ചു. അത് അവിടെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തന്നെ AC ലോഞ്ചായിട്ട് എടുക്കാൻ പറ്റും. അതായത് വെയിറ്റിംഗ് ഏരിയ പോലെ 30 രൂപ എന്തോ ആണ് 1 മണിക്കൂറത്തേക്കെന്ന് തോന്നുന്നു എനിക്ക്. അപ്പം മോളെയും കൊണ്ട് നമുക്ക് അല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ അകത്ത് അടച്ചിട്ടേക്കുന്നതുകൊണ്ട് എന്താ പറയുക, ഒരു സേഫായിട്ട് അങ്ങ് ഇരുന്നോളും. അങ്ങനെ പിന്നെ ഞങ്ങൾ അതെടുത്തു. ഏകദേശം ഒരു 2 മണിക്കൂർ പിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങനെ തന്നെ എടുത്തത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, കുറേ നേരം പിന്നെ മോൾ കുറച്ച് നേരം ഫോൺ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയാമല്ലോ, കുഞ്ഞുങ്ങളിങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഓട്ടവും ബഹളമായിരിക്കും. അതുകൊണ്ട് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ മോൾക്ക് ഈ മാവുണ്ടല്ലോ, നമ്മൾ മാവ് ഇതുപോലെ കുഴച്ച് കൊടുത്താൽ അത് ക്ലേ പോലെ ഇരുന്ന് കളിച്ചോളും കേട്ടോ. വലിയ ഡിസ്റ്റർബൊന്നും ഉണ്ടാക്കാതിരുന്ന് കളിക്കും. അത് എന്താ പറയുക, ക്ലേ വാങ്ങി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ക്ലേ വാങ്ങിച്ചു കൊടുത്താൽ ഇവിടെ ചില സമയത്തെടുത്ത് വായിലെങ്ങാനും വച്ച് കളഞ്ഞാലോ എന്നുള്ളൊരു എന്താ പറയുക പേടി കാരണമാണ് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങൾ ഇതുവരെയും ചെയ്തില്ല. അപ്പോൾ ഈ ഗോതമ്പ് മാവ് നമ്മളിങ്ങനെ കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആശാത്തി ഒരു സൈഡിലോട്ടൊന്ന് സെറ്റായിട്ടിരുന്നോളും. അങ്ങനെ പിന്നെ ഞങ്ങൾ ട്രെയിനിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ വിളിച്ച് അനൗൺസ് ചെയ്യും. അത് നമുക്ക് അതിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ കേൾക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പിന്നെ പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക, കുറേ നാളുണ്ട് നമ്മൾ വിചാരിച്ചിരുന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. എന്താ പറയുക, ഭയങ്കര ട്രിപ്പ് മോഡായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നും എന്താ പറയുക, ഏജൻസി ബുക്ക് ചെയ്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് പോയത്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ പോയാൽ മതി എന്ന് തോന്നിപ്പോയി.
കാരണം ഇവിടെ നിന്ന് പോയപ്പോൾ അതെന്താണെന്ന് കാരണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങനെ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെ നാട് വിട്ട് പുറത്തൊരിടത്ത് പോകുമ്പോൾ, അതായത് കേരളം വിട്ട് പുറത്ത് പോകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ, ഇങ്ങനെ ഭാഷ അറിയാത്തൊരിടത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താ പറയുക, ആദ്യത്തെ ഒരു ദിവസം. പക്ഷെ പിന്നെ ഞാൻ കംഫർട്ടായി കേട്ടോ. അതെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു പാക്കേജ് എടുത്തു അവിടെ ചെന്നതിന് ശേഷമാണ്, അതുകൊണ്ടാണ് എനിക്ക് പിന്നെ കംഫർട്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ട്രെയിനിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കൊല്ലം വരെ ഞങ്ങൾ മാത്രമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സെക്കൻഡ് AC കോച്ചിൽ പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് ആൾക്കാർ വന്നതൊക്കെ അപ്പോഴാണ്. അപ്പം ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് തന്നെ ഒരു 4-4:30 ആയപ്പോൾ ചായ കിട്ടി കേട്ടോ. എന്ന് പറയുമ്പം വെള്ളമാണ് ഒരു കപ്പിൽ തരുന്നത്, പിന്നെ അതിൻ്റെ കൂടെ ഒരു സാഷറ്റ് കാണും, ഷുഗർ, ടീ, പിന്നെ നമ്മുടെ പാൽപ്പൊടി ഉണ്ടല്ലോ അത്, പിന്നെ അതുപോലെ തന്നെ അല്ലാതെ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് ഒരു സ്നാക്സായിട്ട് തന്നതെന്ന് പറയുമ്പം ഒരാൾക്ക് തന്നെ 2 നമ്മുടെ ഈ മിക്സറിൻ്റെ ഒരു പാക്കറ്റ് പോലത്തെ വേറൊരു മിക്സറാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ മിക്സറല്ല, വേറൊരു സ്നാക്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഹൽദിഗ്രാംസിൻ്റെയൊക്കെ മിക്സർ പോലത്തെ അങ്ങനത്തെ ഒരു മിക്സർ പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സമോസ ഉണ്ടായിരുന്നു, പിന്നെ എന്തോ ഒരു സ്വീറ്റായിട്ട് ഒരു സാധനം തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇതുണ്ടല്ലോ, മറ്റേ സോൻ പപ്പടി പോലത്തെ ഒരു നല്ല സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 6 മണിയൊക്കെ വരെ മോള് കളിച്ചും തിരിച്ച് കാണുന്നു. അത് കഴിഞ്ഞപ്പോൾ ആളൊന്ന് സൈഡായിരുന്നു കേട്ടോ, ഒന്ന് ഉറങ്ങിയായിരുന്നു. കാരണം വരുന്നില്ല, ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഉറങ്ങിയതായിരുന്നു. അപ്പോൾ മോൾ ഉറങ്ങിക്കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിന്നർ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഡിന്നറൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. അവിടെ ട്രെയിനിൽ നമുക്ക് കിട്ടിയ ഫുഡിനെ പറ്റിയൊന്നും ഒന്നും പറയില്ല. അത് മാത്രമല്ല, ട്രെയിനിൽ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താ പറയുക, അവിടുത്തെ സർവീസൊക്കെ നല്ല അടിപൊളി സർവീസായിരുന്നു കേട്ടോ. രാജധാനി എക്സ്പ്രസ്സിൻ്റേതായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ലൊരു നീറ്റായിരുന്നു അത്യാവശ്യം. അങ്ങനെ ഞങ്ങൾക്ക് ഡിന്നറിന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ റൈസ്, ചപ്പാത്തി ഉണ്ടായിരുന്നു 2 എണ്ണം, പിന്നെ ഒരു ക്യാരറ്റ് വെച്ചിട്ട് എന്തോ ഒരു തോരൻ പോലെ ഒരിത്, ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഞങ്ങൾ നോൺ വെജാണ് കേട്ടോ എടുത്തത്, അതുകൊണ്ട് ചിക്കൻ കറി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അച്ചാർ, തൈര്, പിന്നെ നമ്മുടെ സ്വീറ്റ്സായിട്ട് കിട്ടിയത് നമ്മുടെ രസഗുള ഉണ്ടല്ലോ, അത് 2 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പം എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് ഫ്രഷ് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തീർന്നിട്ട് മോൾക്കുള്ളത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മോളെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. എനിക്കറിയാമായിരുന്നു മോളെ എണീക്കും എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് എണീറ്റപ്പോൾ മോൾക്കൊരു കമ്പനി കിട്ടി. എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സീറ്റിൽ എന്താ പറയുക, കുറച്ചും കൂടെ ഏജിലൊരു 4 ഇയേഴ്സ് 5 ഇയേഴ്സ് ആ ഒരു ഏജിലുള്ളൊരു മോളെയും കൂടെ കിട്ടി കേട്ടോ. ഇവർ രണ്ടുപേരും ആ കമ്പാർട്ട്മെൻറ്റ് ഉറങ്ങുന്നവരെല്ലാം ഉണർത്തുമായിരുന്നു. കാരണം ഭയങ്കര ബഹളവും, എന്താ പറയുക, നമ്മൾ പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ലല്ലോ. അവരുടെ ഇത്രയും നേരം അവർ നമ്മൾ പറയാനായിട്ട് മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ അലമ്പ് തുടങ്ങി. പിന്നെ ഒരു വിധത്തിൽ ആ മോളുടെ അച്ഛനും അമ്മയും വിരട്ടിക്കിടത്തി ഉറക്കി, ഞങ്ങളും വിരട്ടി പിടിച്ചിടത്തി ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ രാവിലെയാണ് ഞങ്ങൾ എഴുന്നേറ്റത്. ഞാൻ രാവിലെ എണീറ്റു കേട്ടോ. കാരണം ഞങ്ങൾക്ക് 7:30 ട്രെയിന്, 7:15 ഞങ്ങൾക്ക് ട്രെയിന് മഡ്ഗോണിൽ റീച്ച് ആവുന്നത്. ഞാൻ നമ്മുടെ വേർ ഈസ് മൈ ട്രെയിൻ ആപ്പായാലും അല്ലാതെ ടിക്കറ്റിലാണെങ്കിലും അങ്ങനെയാണ് കൊടുത്തിരുന്നത്. അപ്പം ഞാൻ നേരത്തെ ആയിപ്പോയാലോ, നമ്മൾ ഉറങ്ങിപ്പോയാലോ എന്നുള്ളൊരു പേടി കാരണം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ ആ കമ്പാർട്ട്മെൻറ്റ് ഓപ്പോസിറ്റായിട്ട് വന്ന് വേറൊരു 4 ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ശബ്ദമായിരുന്നു രാത്രി. അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ചായ ഉണ്ടായിരുന്നു കേട്ടോ, ചായയും ബിസ്ക്കറ്റും ആയിരുന്നു. അപ്പം ഞാനും ചേട്ടനും കൂടെ അതൊക്കെ കുടിച്ചിട്ടിരുന്നപ്പം മോൾ എഴുന്നേറ്റായിരുന്നു. പിന്നെ അവൾക്കുള്ള പാലും എല്ലാം റെഡിയാക്കി അവളെ ഒന്ന് സെറ്റാക്കി. കാരണം ഞങ്ങൾ ഏകദേശം നേരത്തെ എത്തിയായിരുന്നു. അപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളവിടെ എത്തും എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേ എഴുന്നേറ്റ് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഉറങ്ങാൻ പറ്റുന്നില്ല, രണ്ടാമത് ഒരു ടെൻഷനായിരുന്നു. അയ്യോ കഴിഞ്ഞു പോയാൽ നമ്മൾ അപ്പുറത്തെങ്ങാനും ഇറങ്ങിപ്പോയാലോ എന്നുള്ളൊരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫൈനലി നമ്മൾ ഗോവയിലെത്തി കേട്ടോ. എന്താ
നമ്മൾ ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞങ്ങൾ ടാക്സിയൊക്കെ നോക്കിയപ്പം 1000, 1500, 800 ആ ഒരു റേറ്റൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ എന്തായാലും ബസ്സിൽ പോകാമെന്നുള്ള പ്ലാൻ. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴേ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് എങ്ങനെ എന്താ പറയുക മണി സേവ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ബസ് കിട്ടുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി, റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ അല്ലായിരുന്നു ബസ് സ്റ്റോപ്പ്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ബസ് കിട്ടി. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ട്രാവലർ പോലത്തെ ഈ നമ്മൾ ഇവിടെയൊക്കെ ടാക്സിക്ക് പോകത്തില്ലേ, ഒരുപാട് പേര് കയറിയിട്ട് ട്രക്ക്. അപ്പോൾ അങ്ങനെ പൈസ കൊടുത്തിട്ട് അങ്ങനെ അത് ഞങ്ങൾക്ക് ഒരാൾക്ക് 200 രൂപ വെച്ചിട്ട് ഞങ്ങൾ ബാഗ ബീച്ച് വരെ പോയി കേട്ടോ. ഞങ്ങൾ ആദ്യം പനാജിയിൽ ഇറങ്ങാമെന്നാണ് കരുതിയത്. പിന്നെ ഞങ്ങൾ കരുതി ബാഗ ബീച്ച്, അവിടെ ബാഗ ബീച്ചിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് റിസോർട്ട് എടുത്തിട്ട് നമ്മളെന്തായാലും ആദ്യം നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരാം എന്ന് തന്നെയാണ് പ്ലാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങ് ബാഗ ബീച്ചിൻ്റെ സൈഡിൽ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാം, കാരണം ഞങ്ങൾ തിരിച്ച് റിട്ടേണും ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ കരുതി അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക 800ഉം 1000 ഒക്കെ പറഞ്ഞ് എടുത്ത് ഞങ്ങൾ 200 രൂപ, ഒരാൾക്ക് 200, ഞങ്ങൾക്ക് രണ്ടുപേർക്കും 400 രൂപയായി. ഞങ്ങൾ എവിടെ നമ്മുടെ ബാഗ ബീച്ചിൻ്റെ അവിടെയാണ് ചെന്നിറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ 800, 1000 ഒക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്താ പറയുക പനാജി വരെയാണ് ടാക്സിക്ക് ഈ 800 വരെ പറഞ്ഞത്. കാരണം നല്ല ദൂരമുണ്ട് കേട്ടോ, 56 കിലോമീറ്റർ എന്തോ ഉണ്ട് നമ്മുടെ ഈ മഡ്ഗോവൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ, ഗോവൻ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ഇനി ടൂർ ഗോവയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വീഡിയോ എന്തായാലും ഇനിയുള്ളത് മിസ് ചെയ്യാതെ കണ്ടോണം. പിന്നെ എന്താ പറയുക, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.